Hi friends, welcome back to my channel. I am Steffi Jibin. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പോളിസിയായ സ്മാർട്ട് ഹെൽത്ത് പ്രോയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പോളിസിയിൽ കുറെ ഇൻബിൽട്ട് ആയിട്ടുള്ള അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അതിന് പുറമെ വീണ്ടും ഒരു 5 സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൂടെ വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് ഓപ്ഷണൽ കവറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രീമിയം അടച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതും ആഡ് ചെയ്തു പോകും. അതുപോലെ ഒരു അടിപൊളി പോളിസിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം പോളിസി തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു സ്മാർട്ട് ഹെൽത്ത് പ്രോ എന്ന പോളിസിയിൽ എന്തൊക്കെ ഇൻബിൽട്ട് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഓപ്ഷണൽ കവേഴ്സ് ആഡ് ചെയ്ത് തന്നെ എന്തൊക്കെ കവറേജ് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റൂം റെന്റ് ആണ്. റൂം റെന്റിൽ വരുന്നത് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് വരുന്നത്. ഇന്നത്തെ നഴ്സിംഗ് ചാർജസും ബോർഡിംഗ് എക്സ്പെൻസും ഇൻക്ലൂഡ് ആണ്. അതിന് പുറമെ സർജൻ, അനസ്തേഷ്യസ്റ്റ്, അതുപോലെ കൺസൾട്ടന്റ് ഫീസ്, ബ്ലഡ്, അനസ്തേഷ്യ, ഓക്സിജൻ, ICU ചാർജസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും പോളിസിയിൽ തന്നെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും പ്ലാനിൽ കവേർഡ് ആണ്. ഇനി നിങ്ങൾക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള 60 ദിവസത്തെ ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന 180 ദിവസത്തെ എക്സ്പെൻസ് പോളിസിയിൽ കവർ ചെയ്യും. അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഈ ഒരു പ്ലാനിൽ കവേർഡ് ആണ്. അടുത്തത് റോഡ് ആംബുലൻസ്. റോഡ് ആംബുലൻസ് എത്രയാണോ ആക്ച്വലി വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എയർ ആംബുലൻസ്. എയർ ആംബുലൻസിൽ സം ഇൻഷ്യൂർഡിന്റെ 10% ആണ് ഈ ഒരു പ്ലാനിൽ കവറേജ് ആയിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. ഇത് നമ്മുടെ സം ഇൻഷ്യൂർഡ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി കിട്ടുന്നത്. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ ഒരു പോളിസി എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സം ഇൻഷ്യൂർഡിനനുസരിച്ച് 1500 രൂപ തൊട്ട് 8000 രൂപ വരെയുള്ള കവറേജ് കിട്ടും. ഇനി ഫാമിലി ആയിട്ടാണ് ഈ ഒരു പോളിസി എടുത്തേക്കുന്നതെങ്കിൽ സം ഇൻഷ്യൂർഡ് അനുസരിച്ച് 2500 രൂപ തൊട്ട് 15000 രൂപ വരെയുള്ള കവറേജ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ആയുഷ് ട്രീറ്റ്മെന്റ്, അതായത് ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ, ഇതിന്റെ കവറേജ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ സബ്മിഷൻ എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജും വരുന്നുണ്ട്. നെക്സ്റ്റ് മോഡേൺ ട്രീറ്റ്മെന്റ്സ്, അതായത് റോബോട്ടിക് സർജറി പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെന്റ്സ്, 12 മോഡേൺ ട്രീറ്റ്മെന്റ്സിനും നമ്മുടെ സബ്മിഷേർഡ് വരെയുള്ള കംപ്ലീറ്റ് കവറേജും ഈ ഒരു പോളിസിയിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ന്യൂ ബോൺ ബേബി കവറേജ്. ഈ ഒരു പോളിസിയിൽ ഡെലിവറി കവറേജ് കിട്ടുന്നില്ല, പക്ഷേ ന്യൂ ബോൺ ബേബി കവറേജ് ഈ ഒരു പോളിസിയിൽ കവേർഡ് ആണ്. അതിന് 1-2 കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ ഒരു പോളിസി എടുത്ത് മദർ ഈ ഒരു പോളിസിയിൽ 12 മാസം ബ്രേക്ക് ഇല്ലാണ്ട് ഈ ഒരു പോളിസിയിൽ ഉണ്ടായിരിക്കണം. അതായത് 1 വർഷത്തെ വെയിറ്റും പീരീഡ്. പോളിസി എടുത്ത് മദറിന് 1 വർഷം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ജനിക്കുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഡേ 1 കവറേജ് കിട്ടുന്നതായിരിക്കും. സം ഇൻഷ്യൂർഡിന്റെ 10% ആയിരിക്കും കവറേജ് കിട്ടുന്നത്. മാക്സിമം 2 lakhs വരെ ആയിരിക്കും ന്യൂ ബോൺ ബേബി കവറേജ് വരുന്നത്. ആ കുഞ്ഞിന് ഫ്രീ കവറേജ് ആണ്. കുഞ്ഞിന് യാതൊരു പ്രീമിയം അടയ്ക്കാതെയാണ് ഈ സം ഇൻഷ്യൂർഡിന്റെ 10% വരെയുള്ള കവറേജ് കിട്ടുന്നത്. ഇത് കിട്ടുന്നത് അടുത്ത റിന്യൂവൽ എപ്പോഴാണോ അതുവരെ ആയിരിക്കും ഈ ഒരു ഫ്രീ കവറേജ് കിട്ടുന്നത്. അടുത്ത റിന്യൂവൽ വരുമ്പോഴേക്കും കുഞ്ഞിനുള്ള പ്രീമിയം അടയ്ക്കേണ്ടതാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സം ഇൻഷ്യൂർഡ് വരെയുള്ള കവറേജ് കുഞ്ഞിനും അപ്പൊ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ്. ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ ഈ ഒരു പോളിസിയിൽ 50% വെച്ചാണ് കവറേജ് കൂടുന്നത്. മാക്സിമം 100% ആകുന്നവരെ. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്ത് നിങ്ങളാണെങ്കിൽ 2 വർഷം കൊണ്ട് 2 ക്ലെയിം ഇല്ലാത്ത വർഷം കൊണ്ട് തന്നെ അത് അതിന്റെ ഡബിൾ ആയിട്ട് മാറും. അതായത് 20 ലക്ഷം രൂപയുടെ കവറേജ് ആയിട്ട് മാറുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. റീസ്റ്റോറേഷൻ ഫെസിലിറ്റി ഇതിനകത്ത് 1 ടൈം മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹോസ്പിറ്റലൈസേഷന് ഈ ഒരു നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് അത് വീണ്ടും റീസ്റ്റോർ ആവുന്നതായിരിക്കും. അത് 1 ടൈം മാത്രമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു. ആ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ സെയിം ഇയറിൽ അടുത്ത ഹോസ്പിറ്റലൈസേഷൻ പോകുമ്പോൾ വീണ്ടും ഒരു 10 ലക്ഷം രൂപ കവറേജ് കൂടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പോളിസിയുടെ വെയിറ്റ് പീരീഡ് കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഓപ്ഷണൽ കവറിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പോളിസിയുടെ വെയിറ്റ് പീരീഡ് എന്ന് പറയുന്നത് എല്ലാ പോളിസിയിലെയും പോലെ തന്നെ പോളിസി എടുക്കുന്ന അന്നോട്ട് പോളിസി ആക്റ്റീവ് ആവും. ഫസ്റ്റ് ആക്സിഡന്റ് ഉള്ള കവറേജും നമ്മൾ പോളിസി എടുത്ത് ആക്റ്റീവ് ആവുന്ന തൊട്ട് തന്നെ ആക്സിഡന്റ് കവറേജ് കിട്ടി തുടങ്ങും. പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് ഫസ്റ്റ് 30 days ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. 30 days കഴിഞ്ഞാൽ
നമുക്ക് പെട്ടെന്ന് വരുന്ന രോഗങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് 2 year വെയിറ്റിംഗ് പീരീഡ് സ്ലോ ഗ്രോയിങ് ഡിസീസ്, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 year വെയിറ്റിംഗ് പീരീഡ് ആണ് വരുന്നത്. നമ്മുടെ സർജറീസും കാര്യങ്ങളും സ്ലോ ഗ്രോയിങ് ഡിസീസിൽ വരുന്ന സർജറീസും കാര്യങ്ങൾക്കും 2 year വെയിറ്റിംഗ് പീരീഡ്. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ഐക്കാർഡിൽ എന്റെ വീഡിയോ കൊടുത്തിരിക്കാം. അടുത്തത്, ഈ ഒരു പോളിസിയിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, പോളിസി എടുക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ ഒരു പോളിസിയിൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 48 months ആണ്. അതായത് 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണ് വരുന്നത്. സ്റ്റാറിന്റെ സ്മാർട്ട് ഹെൽത്ത് പ്രോ പ്ലാനില് ഓപ്ഷണൽ കവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് കുറച്ച് 5 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. 1, 2 ഒന്നും അല്ല, നമുക്ക് 5 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് ആഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് വൺ വരുന്നത് നോ ക്ലെയിം ബോണസ് ബൂസ്റ്റർ ആണ്. ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു പോളിസി എടുക്കുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. നമുക്ക് ഈ ഒരു പോളിസിയിൽ ഓൾറെഡി നമുക്ക് പ്ലാനിൽ അഡീഷണൽ ഓപ്ഷൻ ഒന്നും എടുക്കാതെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇതിനകത്ത് നോ ക്ലെയിം ബോണസ് കവറേജും ഉണ്ട്. അതായത് ഓരോ ക്ലെയിം ഇല്ലാത്ത വർഷവും 50% വെച്ച് കവറേജ് കൂടും, മാക്സിമം 100%. പക്ഷെ നമ്മൾ ഇതുകൂടെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിലെ കവറേജ് കിട്ടുന്നത് ഇതും 50% ആണ്. ഓരോ ക്ലെയിം ഫ്രീ ഇയറിൽ 50% ആണെങ്കിലും ഇത് മാക്സിമം അപ് ടു 600% വരെ പോകുന്നുണ്ട്. അത് മറ്റേ 100% ആണെങ്കിൽ ഇതില് ഓരോ ക്ലെയിം ഇല്ലാത്ത വർഷം 50% വെച്ച് കവറേജ് കൂടി മാക്സിമം 600% വരെയാണ് കവറേജ് കൂടുന്നത്. അപ്പൊ അത് വലിയൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്കൊരു 50 ലക്ഷത്തിന്റെയൊക്കെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു പ്രീമിയം വരും. എന്നാൽ നിങ്ങളുടെ ഉള്ള ഇൻഷുറൻസിൽ ഇതൊരു ചെറിയൊരു ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രീമിയം വരുന്നില്ല, എന്നാൽ നമുക്ക് വലിയൊരു കവറേജ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മിഷേർഡ് 10 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ എബോ സമ്മിഷേർഡ് ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ റിന്യൂവൽ ടൈമിൽ 10 ലക്ഷത്തിൽ നിന്ന് താഴോട്ട് നിങ്ങളുടെ സമ്മിഷേർഡ് ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷണൽ കവർ നഷ്ടമാവുന്നതായിരിക്കും. 10 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ എബോ സമ്മിഷേർഡ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത്. ഇതിന് അഡീഷണൽ പ്രീമിയം വരുന്നത് നിങ്ങളുടെ ബേസ് പ്രീമിയത്തിൽ നിന്ന് വെറും 5% ആയിരിക്കും അഡീഷണൽ പ്രീമിയം വരുന്നത്. അപ്പൊ ചെറിയൊരു 5% ലോഡിങ്ങിൽ നിങ്ങൾക്ക് വലിയൊരു കവറേജ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോ സെക്കൻഡ് ഫീച്ചർ നോക്കാം. സെക്കൻഡ് ഫീച്ചറിൽ വരുന്നത് എനി റൂം കാറ്റഗറി ആണ്. ഓൾറെഡി നമ്മുടെ പോളിസിയിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് വരുന്നത്. നമുക്ക് എനി റൂം ഫെസിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും 10 ലക്ഷം അല്ലെങ്കിൽ അതിന് എബോ സമ്മിഷേർഡ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു എനി റൂം കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എനി റൂം കാറ്റഗറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 10% ആണ് ലോഡിംഗ് എമൗണ്ട് വരുന്നത്. ഇനി നിങ്ങൾ അതൊരു ഷെയർഡ് അക്കോമഡേഷൻ ആയിട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിൽ നിന്ന് 7.5% ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എടുത്തിരിക്കുന്ന പോളിസിയിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ സിംഗിൾ പ്രൈവറ്റ് AC റൂം ഉണ്ട്. അത് എനി റൂം കാറ്റഗറി ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. 10% ആണ് ലോഡിങ് വരുന്നത്. ഇനി അത് ഷെയർഡ് അക്കോമഡേഷനിൽ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. അവിടെ 7.5% ഡിസ്കൗണ്ട് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഫീച്ചറും ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. അതായത് അസുഖം ഉള്ളവർക്ക് നല്ലൊരു ഫീച്ചറാണ്. PD, അതായത് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോളിസിയിൽ 4 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ്. അത് ഇത്തിരി കൂടുതൽ തന്നെയാണ്. പക്ഷെ നമുക്കത് എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ട് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. 3 വർഷം ആക്കാം, ഇല്ലെങ്കിൽ 2 വർഷം ആക്കാം, 1 വർഷം ആക്കാം. 3 വർഷം അടയ്ക്കുമ്പോൾ കുറച്ച് പ്രീമിയം ആയിരിക്കും. അത് 2 വർഷം ആക്കുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം അടയ്ക്കേണ്ടി വരും. പിന്നെ അതിന് 1 ഇയർ ആക്കുമ്പോൾ കുറച്ച് കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതും 10 ലക്ഷം അല്ലെങ്കിൽ അതിന് എബോ സമ്മിഷേർഡ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു ഫീച്ചറും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് നോൺ മെഡിക്കൽ ഐറ്റംസ്. നമ്മുടെ അഷ്യൂർ പോളിസിയിൽ വുമൺ കെയറിലൊക്കെ നോൺ മെഡിക്കൽ ഐറ്റംസ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ അതിനകത്ത് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഹെൽത്ത് പ്രോ പ്ലാനിൽ അതില്ല. അപ്പൊ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പോളിസി 5 ലക്ഷം തൊട്ടുള്ള പ്ലാൻ ആണ് വരുന്നത്. സ്റ്റാർട്ടിങ് 5 ലക്ഷമാണ്. ഈ ഒരു ഫീച്ചർ നമുക്ക് 5 ലക്ഷം തൊട്ടാണ് ഉള്ള സമ്മിഷേർഡ് എടുത്തിരിക്കുന്നവർക്കും ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും.
നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമബിൾസ്, നമുക്ക് ഈ മാസ്ക്, ഗ്ലൗസ് പോലെ വരുന്ന കൺസ്യൂമബിൾസ്, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. അതിന് വരുന്ന ലോഡിംഗ് ചാർജ് 7.5% ആണ് ലോഡിംഗ് ചാർജ് വരുന്നത്. അപ്പൊ ചെറിയൊരു എക്സ്ട്രാ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നോൺ മെഡിക്കൽസും നിങ്ങളുടെ പോളിസിയിൽ കവർ ചെയ്യും. ഇനി ലാസ്റ്റ് 5th ഫീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റാർ ഹെൽത്തിലുള്ളതിൽ അഷ്വർ പോളിസിയിൽ മാത്രമാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉള്ളത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എല്ലാവർക്കും അഷ്വർ പോളിസി വേണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഹെൽത്ത് പ്രോ പ്ലാനിലും ഈ ഒരു അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി വരുന്നുണ്ട്. ഇതും 5 ലക്ഷം തൊട്ടുള്ള പ്ലാൻ എടുക്കുന്നവർക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വെറും 5% മാത്രമേ ലോഡിംഗ് എമൗണ്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരു വർഷത്തിൽ തന്നെ ഓരോ തവണ പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സമ്മിഷേർഡ് വരെയുള്ള കവറേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറയാൻ നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു. ഈ ഒരു വർഷം നമ്മൾ ആദ്യത്തെ തവണ പോകുമ്പോഴും നമുക്ക് 10 lakhs കവറേജ്, സെക്കൻഡ് ടൈം പോയാലും വീണ്ടും 10 lakhs, തേർഡ് ടൈം പോയാലും 10 lakhs, അങ്ങനെ ഒരു ഇയറിൽ തന്നെ എത്ര തവണ പോയാലും ആ ഒരു 10 lakhs വീണ്ടും വീണ്ടും റീസ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ഫെസിലിറ്റിക്ക് വെറും 5% ലോഡിങ്ങേ ആവശ്യം വരുന്നത്. അതും വലിയൊരു കവറേജ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 5 സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസിയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. ഇതൊന്നും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം കുറച്ച് കുറവായിരിക്കും. എന്നാൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു പോളിസിയാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് ഒരു വൈഡ് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിന് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ കവറേജ് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന ഒരു അടിപൊളി പോളിസി തന്നെയാണിത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഈ ഒരു പോളിസിയുടെ എലിജിബിലിറ്റിയും ഡീറ്റെയിൽസും പറഞ്ഞില്ല. ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫാമിലി ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുട്ടികള് അതും 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഉള്ളൂ. കുട്ടികളാണെങ്കിൽ 91 ദിവസം തൊട്ട് 25 വയസ്സിലുള്ള കുട്ടികളെ നമുക്ക് പാരന്റ്സിന്റെ കൂടെ ഫാമിലി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. 50 വയസ്സ് വരെ ഉള്ളൂ. അതൊരു ചെറിയൊരു ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഇതാണ് തന്നെയാണ് 50 വയസ്സിലുള്ളവർക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നത്. പക്ഷെ മറ്റൊരു കാര്യം 50 വയസ്സിലുള്ളവർക്ക് എടുക്കുള്ളൂ എന്നൊരു കാര്യം കൊണ്ട് തന്നെ ഇതിനകത്ത് കോ പേയ്മെന്റ് എന്നൊരു ഇഷ്യൂ ഇല്ല. പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% ക്ലെയിം തന്നെ ലൈഫ് ലോങ് ഇതിൽ കിട്ടും. അപ്പൊ 50 വയസ്സിന് മുന്നേ ഇൻഷുറൻസ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി എടുത്തവർക്ക് ലൈഫ് ലോങ് ഈ ഒരു പോളിസിയിൽ തന്നെ റിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഈ ഒരു പോളിസി മാക്സിമം എടുക്കാൻ കഴിയുന്നത് 2 adult 3 child. നമ്മുടെ പാരന്റ്സിനെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതില്, കാരണം അവർക്ക് ഏജ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിനകത്ത് 2 adult 3 child ആണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പോളിസിയുടെ ടേം എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വർഷം വരെ നമുക്ക് ഈ ഒരു പോളിസി ഒന്നിച്ചെടുക്കാം. നമ്മൾ 3 വർഷത്തേക്കൊക്കെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ ലോങ് ടേം ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 2 വർഷത്തേക്കാണെങ്കിൽ 10%, 3 വർഷത്തേക്കാണെങ്കിൽ 12.5% വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലോങ് ടേം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു പോളിസി കൂടെയാണ് ഈ സ്മാർട്ട് ഹെൽത്ത് പ്രോ പ്ലാൻ. ഈ ഒരു പോളിസിയിലെ സമ്മിഷേർഡ് പറയുന്നത് 5 lakh തൊട്ടാണ് തുടങ്ങുന്നത്. 5 lakhs, 10 lakhs, 15 lakhs, 20, 25, 50, 75, 1 crore ഇങ്ങനെയാണ് ഇതിന്റെ സമ്മിഷേർഡ് വരുന്നത്. ഈ ഒരു പോളിസി നിലവിൽ അസുഖം കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പോളിസിയിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു പോളിസി എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്പൗസിനെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടിയെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്തിൻ 45 ഡേയ്സിനുള്ളിൽ, അതായത് ഇപ്പൊ കുഞ്ഞ് ജനിച്ച് വിത്തിൻ 45 ഡേയ്സിനുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് റിന്യൂവൽ വരെ കാത്തിരിക്കാതെ തന്നെ മിഡ് ടേമിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ആഡ് ചെയ്യാം. ഇല്ല ഇനി നിങ്ങളുടെ മാരേജ് കഴിയുവാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിനെയും മാരേജ് കഴിഞ്ഞ് വിത്തിൻ 45 ഡേയ്സ് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് റിന്യൂവൽ ടൈമിലല്ലാതെ തന്നെ മിഡ് ടേമിൽ പോളിസിയിൽ ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതിനൊരു എക്സ്ട്രാ ചാർജ് വരും. അവർക്ക് അടുത്ത റിന്യൂവൽ വരെ എത്ര പീരീഡ് ആണ് ഉള്ളത് അതനുസരിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് കൂടെ അടച്ചു കഴിഞ്ഞാൽ ആ പോളിസിയിൽ കവറേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. സ്റ്റാർ ഹെൽത്തിന്റെ സ്മാർട്ട് ഹെൽത്ത് പ്രോ എന്ന പ്ലാന് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ 8943892639.
അയ്യോ, ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഈ ഒരു പോളിസി എടുക്കുമ്പോൾ ഒരു അപ്ഫ്രണ്ട് ഡിസ്കൗണ്ട് ഒരു 5% കൂടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ഇൻഷുറൻസ് എത്തും, അതായത് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. പിന്നീടുള്ള റിന്യൂവലിൽ ആ ഒരു 5% കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്കൗണ്ട് വരുന്നത് നിങ്ങളിപ്പം ആഡ് ഓൺ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് പ്രീമിയം മാത്രമായിരിക്കും. ഈ ആഡ് ഓൺ ചെയ്തതിന്റെ പ്രീമിയം കൂട്ടത്തില്ല. അല്ലാതെ വരുന്ന ബേസ് പോളിസിയിലെ ബേസ് കവറിന്റെ പ്രീമിയത്തിൽ നിന്നായിരിക്കും ഈ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.